റെക്കമെൻഡഡ് ഫിലിം ഫോർ സ്ലിം ബോയ്സ്. ഇതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ളൊരു മെസ്സേജാണ്. ഇതിൻ്റെ ഗൗരവത്തോടെ ഞാൻ എടുത്ത് കുറച്ച് ഗൗരവമുള്ള സിനിമകൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് കരുതി. മെലിഞ്ഞ ആണുങ്ങൾ മാത്രം കാണേണ്ട സിനിമയാണ്. യാതൊരു കാരണവശാലോ സ്ത്രീകളോ തടിച്ചവരോ തടിച്ച ആൺകുട്ടികളോ ഒന്നും തന്നെ ഈ സിനിമകൾ കാണരുത്. അപ്പം ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന 3 സിനിമകൾ മെലിഞ്ഞ ആളുകൾ മാത്രം മെലിഞ്ഞ സമയത്ത് മാത്രം കാണേണ്ട മെലിഞ്ഞ സിനിമകളാണ്. ആദ്യം ഒരു ഫീൽ ഗുഡ് സിനിമ പറയാം. അതായത് മെലിഞ്ഞിരിക്കുകയാണ്, അത്യാവശ്യം പ്രായമായിട്ടുണ്ട്, ജീവിതത്തോട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അത്യാവശ്യം പ്രായമുള്ള ഈ ഒരു യുവതി ഒരു ഡോക്ടറെ പോയി കാണുന്നത്. സൗന്ദര്യം വെക്കണം, മെലിയണം, ശരീരം പുഷ്ടിപ്പെടുത്തണം എന്നുള്ളത്. അങ്ങനെ അയാൾ അവർക്കൊരു മരുന്ന് കൊടുക്കുന്നു. ഈ മരുന്ന് സീക്രട്ടായിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അവർ ആ മരുന്നാക്കുന്നു. ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഉഷാറായിട്ട് തടിക്കുന്നു. അപ്പോൾ ഇത് മെലിഞ്ഞവർക്കൊക്കെ വളരെയധികം മോട്ടിവേഷനുള്ള ഒരു സിനിമയാണ്. ഈ സിനിമ എല്ലാ മെലിഞ്ഞവരും നിർബന്ധമായിട്ടും കാണുക. അത്യാവശ്യം ഭയങ്കര ഫീൽ ഗുഡൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ദ സബ്സ്റ്റൻസ് എന്നാണ്. സിനിമ ഓസ്കാറൊക്കെ കിട്ടിയിട്ടുള്ള, പല ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഓസ്കാറൊക്കെ നോമിനേഷനും പരിപാടിയൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര രസമായിരിക്കും കേട്ടോ. രണ്ടാമത്തെ സിനിമ യോലോ. തൻ്റെ തടി തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. അതായത് തൻ്റെ ശരീരം അവക്ക് തന്നെ ഒരു ഭാരമായിട്ട് മാറുന്നു. ഇങ്ങനെ വരുന്ന ഒരു യുവതിയുടെ കഥയാണ് യോലോ എന്ന് പറഞ്ഞ സിനിമ ചർച്ച ചെയ്യുന്നത്. അതായത് ആർക്കും തന്നെ വേണ്ടാത്ത ഒരു അവസ്ഥ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മോട്ടിവേഷൻ കാറ്റഗറി പെടുന്ന ഒരു സിനിമയാണ് യോലോ. നമ്മളുടെ ഫീൽ ഗുഡ് ലെവലിന്റെ പീക്ക് ലെവൽ ഈ ഒരു സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഇത് മെലിഞ്ഞവർ തടിച്ചവരൊന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് സിനിമകളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യോലോ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യമുണ്ടോ? അല്ലെങ്കിൽ എഴുതി പഠിപ്പിക്കാനോ ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ, അതായത് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും താല്പര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള എങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ സിനിമ മലയാളത്തിലെ ഒരു അണ്ടർറേറ്റഡ് കാറ്റഗറി പെടുന്ന ഒരു സിനിമ പറയാം. ഇതൊരു മാരകമായിട്ടുള്ള സിനിമയൊന്നുമല്ല, പക്ഷേ നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പോലെ അനുഭവപ്പെട്ടു. കച്ചി അമ്മിണിപ്പിള്ള. നമ്മുടെ സർക്കിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ് ഈ കച്ചി അമ്മിണിപ്പിള്ള എന്ന് പറയുന്നത്. ഞാനിത് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്ര മാരകമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കാണണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് OTT-ലൊക്കെ കിട്ടുന്നുണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസൊക്കെ ഇറങ്ങിയ സമയത്ത് വന്നിരുന്നു. നമ്മുടെ ആസിഫ് അലിയാണ് നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സിനിമകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മെലിഞ്ഞിരിക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും. പിന്നെ മെലിഞ്ഞ മറ്റേതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു മെസ്സേജ് അയച്ച സുഹൃത്തിനോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. അതായത് നമ്മൾ ഏതൊരാൾക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ തടിച്ചിരിക്കുന്ന ഒരാളോട് ചെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അത്യാവശ്യം തടിച്ചിട്ടാണ്, അതെനിക്കറിയാം. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തടി കൂടിയതാണ്, മെലിഞ്ഞവന് തടിക്കാത്തതാണ്. നേരെ മറിച്ച് ഒരു മീഡിയം ലെവലിലുള്ള ഒരാളാണെന്ന് വിചാരിച്ചു, അയാൾക്കൊന്നെങ്കിൽ മെലിയാനോ അല്ലെങ്കിൽ ഒന്ന് തടിക്കാനോ ആഗ്രഹം ഉണ്ടാവും. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒന്നിലും സംതൃപ്തി കാണാൻ പറ്റാത്ത ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എവിടെ ഈ കാര്യത്തിനൊക്കെ സംതൃപ്തി കാണുന്നോ അന്നായിരിക്കും നമ്മൾ ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പോകുന്നത്. സോ ഈഗോയും കോംപ്ലക്സും ഒക്കെ മാറ്റി വയ്ക്കുക. തന്ന ശരീരം അതിനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക, അതിനെ നല്ല രീതിയിൽ പരിചരിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, മെലിഞ്ഞതാണെങ്കിൽ തടിക്കാൻ ശ്രമിക്കുക, തടിച്ചതാണെങ്കിൽ മെലിയാൻ ശ്രമിക്കുക. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ എനിക്ക് ഈ ഒരു മെസ്സേജ് കണ്ട സമയത്ത് ഭയങ്കര എന്തോ ഒരു രസകരവും ഒപ്പം തന്നെ അകത്തെന്തോ ഒന്ന് കൊണ്ട വളരെയധികം ഫസ്ട്രേറ്റായിട്ട് ജീവിക്കുന്ന ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു ലൈഫ് നേടുന്നു. പിന്നെ നമ്മൾ നടത്തുന്ന ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങിനെയും കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കിടിലം ഫിലിംസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാണണം, ഈ ഒരു വീഡിയോ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും ഒന്ന് പരിഗണിക്കണേ.